ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും AtoZart ആർട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ സാരി ഡ്രൈപ്പിങ്ങിൻ്റെ ഈ ആഴ്ചത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഇട്ടിരിക്കുന്ന ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കാണിച്ചു തരാമെന്ന്. ഇനിയും ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. എന്നാൽ തുടങ്ങാം അല്ലേ. 1 മീറ്റർ തുണിയാണ് എടുക്കുന്നത്. കാരണം ഞാൻ അതിന് 3/4 ഹാൻഡ്സ് വെക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്കൊരു ഹാഫ് കൈയൊക്കെ മതിയെങ്കിൽ 90 സെൻറ്റിമീറ്റർ ലെങ്ത്തിലുള്ള ക്ലോത്ത് മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവാണേ. അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു ക്ലോത്താണ് എൻ്റെ. നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയും ഒരു ബ്ലൗസ് പീസ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ കാണത്തില്ല. അപ്പം ഇത് കണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആകണ്ട കേട്ടോ. കാരണം എൻ്റെ ഇവിടെ കിട്ടിയ മെറ്റീരിയൽ അത്യാവശ്യം നല്ല വീതിയുള്ള തുണിയായിരുന്നു. ഫസ്റ്റ് തന്നെ നമുക്ക് ബാക്ക് പോർഷനാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനായിട്ട് ഞാൻ തുണി 2ആയിട്ട് മടക്കിയിട്ടു. ഇനി ഞാൻ ബ്ലൗസിൻ്റെ ലെങ്ത്തിന് വേണ്ടിയിട്ട് ഒരു 16 ഇഞ്ച് നീളം എടുത്തിട്ട് ഞാനിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം 1/2 ഇഞ്ച് മേളിലും 1/2 ഇഞ്ച് താഴെയും തയ്യൽ തുമ്പായിട്ട് പോകും. അതിനുശേഷം മേളിലൊരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് അവിടെയും ഒരു ലൈൻ വരയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനെ ഒരു തയ്യൽ തുമ്പായിട്ട് കണക്ക് കൂട്ടാം. അപ്പം ശരിക്കും എൻ്റെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് വരുന്നത് 15 ആണ്. കാരണം അപ്പുറത്ത് 1/2 ഇഞ്ചും പോവും, ഇപ്പുറത്ത് 1/2 ഇഞ്ചും പോവും. ഇനി ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. എൻ്റെ ഷോൾഡർ 17 ആണ്. ഞാൻ അതിൻ്റെ ഹാഫ് എടുക്കുന്നു, അതായത് 8.5 എന്നിട്ട് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ കൈക്കുഴി ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് ഹാഫാണ്, അതായത് 18 ആണ് എൻ്റെ കൈക്കുഴി. ഞാൻ അത് 9 ആയിട്ട് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ആ 2 പോയിൻറ്റ്സ് തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കാം. വൺസ് അത് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4. ഫോർ എക്സാമ്പിൾ 36 ആണെങ്കിൽ 9 മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് സ്ട്രൈറ്റ് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. പ്ലസ് ഒരു 1/2 ഇഞ്ച് മുന്നോട്ട് അല്ലെങ്കിൽ 1 ഇഞ്ച് മുന്നോട്ട് ചേർത്ത് വരയ്ക്കാം. എന്നിട്ട് നിങ്ങൾ എവിടുന്ന് വരച്ച് തീർത്തോ അവിടെ നിന്ന് ഒരു യു ഷേപ്പ് ഇതുപോലെ കൈക്കുഴിക്ക് ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ കൈ ഇറുകി പോകും. ഓക്കെ, അപ്പം അതിന് ഒരു ബെസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണറിൽ നിന്ന് ഒരു 1.5 മെഷർമെൻറ്റ് ടേപ്പ് വെച്ചിട്ട് ജസ്റ്റ് അവിടെ മാർക്ക് ചെയ്തിട്ട് പയ്യെ ഒരു യു ഷേപ്പ് വരയ്ക്കാം. അതുപോലെ തന്നെയാണ് നമ്മൾ വേസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. വേസ്റ്റ് 32 ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ട് 8 മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് വരച്ചു കൊടുക്കാം. ഞാൻ എക്സ്ട്രാ 2ാമത് വരച്ചേക്കുന്നത് തയ്യൽ തുമ്പാണ് കേട്ടോ. അപ്പം അതും കൂടെ മാർക്ക് ചെയ്തതിന് ശേഷം താഴെ നമുക്കറിയാം ഏകദേശം നമ്മൾ 1/2 ഇഞ്ചും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇത് വരച്ചേക്കുന്നത് ടോട്ടലി. ഓക്കെ, അപ്പം ഏകദേശം ചെസ്റ്റ് പാർട്ടായി. ഇനി ഷോൾഡർ മാർക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ തയ്യൽ തുമ്പാണ് ഇപ്പം വരയ്ക്കുന്നത്. എനിക്ക് ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്ട്രാ അങ്ങനെ ഒരു വര വരയ്ക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഷോൾഡർ മാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഷോൾഡർ ഒരു 3.5 4 മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വൺസ് അത് മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടമാണ് എന്തോരം കഴുത്ത് ഇറക്കം വേണം എന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ ഫസ്റ്റ് മാർക്ക് ചെയ്യുന്ന കഴുത്തിൻ്റെ ഇറക്കം ഏകദേശം 6 ആണ്. എനിക്കത് കുറച്ച് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പം ഇച്ചിരി ഇറങ്ങിപ്പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ 6 ഒന്നും ഒരു നമ്പറേ അല്ല. അപ്പം അവിടെ ഏത് ഷേപ്പാണ് നിങ്ങൾക്ക് വേണ്ടത്? യു ഷേപ്പാണോ വേണ്ടതെങ്കിൽ യു ഷേപ്പ് വരച്ചു കൊടുക്കുക. ഓക്കെ, സ്ക്വയർ ആണ് വേണ്ടതെങ്കിൽ അങ്ങനെ തന്നെ ഇടുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പുറകിൽ ഡാർട്ട് ഇട്ട് കൊടുക്കുക എന്നാണ്. അപ്പോൾ ഡാർട്ട് ഇടുന്നത് ബാക്കിൽ നിന്ന് നമ്മൾ കുറച്ച് തുണി അത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ അതിന് ഷേപ്പ് കൊടുക്കുന്നത്. അത്യാവശ്യം വലിയവർക്കാണ് ബ്ലൗസെങ്കിൽ ഒരു 4 ഇഞ്ച് ഗ്യാപ്പിൽ നിന്നാണ് നമ്മൾ ഡാർട്ട് ഇടുന്നത്. ഇത്ര ഉള്ള കാര്യം, നമ്മൾ ഇപ്പോൾ മടക്കി വെച്ചിരിക്കുന്ന ആ ക്ലോത്തിൻ്റെ അവിടെ നിന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്യുക വലിയവർക്കാണെങ്കിൽ. അത്യാവശ്യം ചെറിയ ബോഡിയൊക്കെ ഉള്ളവരാണെങ്കിൽ 3.5 മാർക്ക് ചെയ്താൽ മതി. എന്നിട്ട് അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് മേളിലോട്ടും വരച്ചു കൊടുക്കാം. ഓക്കെ, ആ 4 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും 0.5 മാർക്ക് ചെയ്യുക. ഓക്കെ, വൺസ് ആ 0.5 മാർക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് മേളിലോട്ട് നമ്മൾ വരച്ച് തീർത്ത 4 ഇഞ്ചിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. അത്രേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നത് കട്ട് ചെയ്തെടുക്കുന്നതാണ് ബാക്ക് പോർഷൻ. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് തുണി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ബാക്കിയുള്ള ലെങ്ത്ത്. അപ്പം എങ്ങനെയാണ് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് അതനുസരിച്ച് ബ്ലൗസ് പീസ് ആദ്യം വെച്ച് നോക്കുക. 2ആയിട്ട് തന്നെയാണ് തുണി മടക്കിയിടുന്നത്. എന്നാൽ നമ്മൾ ഇതിലൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണിംഗ് പോർഷനിൽ നിന്നാണ് നമ്മൾ ബ്ലൗസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ ബ്ലൗസ് ഇങ്ങനെ തിരിച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതായത് ഇങ്ങനെ ഓപ്പൺ വശത്തോട്ടാണ് നമ്മൾ ബ്ലൗസ് വെക്കേണ്ടത്. അപ്പം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത വശമുണ്ടല്ലോ, അത് അതിൻ്റെ ക്ലോസ് ഭാഗമാണ് അവിടെ വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ക്ലോസ്ഡ് ഭാഗം ഞാൻ വെച്ചിരിക്കുന്നത് കണ്ടോ, ഇറക്കിയാണ് വെച്ചിരിക്കുന്നത്. ഒരു 1 ഇഞ്ച് ഇറക്കിയാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ആ 1 ഇഞ്ച് ഇറക്കിയതിന് ശേഷം നമ്മൾ ഇനി ഫ്രണ്ട് പോർഷൻ ആണല്ലോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ കഴുത്താണ് മാർക്ക് ചെയ്യുന്നത്. എനിക്ക് അതിൻ്റെ കഴുത്ത് ബാക്കിനേക്കാളും പൊങ്ങിയാണ് വേണ്ടത് അല്ലേ? ഓഫ് കോഴ്സ് ബാക്കിനാണല്ലോ കഴുത്തിറക്കം. അപ്പം എൻ്റെ ബാക്കിൻ്റെ അളവ് 6 ആണെങ്കിൽ, കഴുത്തിറക്കം 6 ആണെങ്കിൽ ഫ്രണ്ടിൻ്റെ അളവ് 5 ആണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ അതേപടി
ബാക്കിയെല്ലാ ബ്ലൗസ് പീസിൻ്റെ അതേപോലെ ഞാൻ മാർക്ക് ചെയ്തെടുക്കുകയാണ്. പക്ഷേ 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ്, അത് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ബാക്കിലോട്ട് ഞാൻ ചെസ്റ്റിൻ്റെ ഭാഗം വരുമ്പോൾ ഒരു 2 ഇഞ്ച് കയറ്റി വരച്ചിട്ട് തയ്യൽ തുമ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാം. അതിനുശേഷം എക്സാക്ട്ലി സെയിം മെഷർമെൻ്റ് ആണ് വരയ്ക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്കിനി അടുത്തത് നമുക്ക് ഈ തുണി മാറ്റിയിട്ട് കൈക്കുഴി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൈക്കുഴി മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കൈക്കുഴിയുടെ മിഡ് പോർഷൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഓക്കെ, വേണമെങ്കിൽ മെഷർമെൻറ്റ് ടേപ്പൊക്കെ വെച്ചിട്ട് ജസ്റ്റ് മിഡ് പോയിൻ്റ് എക്സാക്ട്ലി എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇച്ചിരി ഒരു ഇറക്കി വരച്ചിട്ട് മിഡ് പോയിൻറ്റ്സ് തമ്മിൽ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ എക്സ്ട്രാ ഒരു 2 ഇഞ്ച് സൈഡിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബിഗിനറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വരച്ച് മാർക്ക് ചെയ്താൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ മിഡ് പോയിൻ്റ് കൈക്കുഴിയുടെ മാർക്ക് ചെയ്തായിരുന്നല്ലോ, അത് നിങ്ങൾ കണ്ടു അല്ലേ. അപ്പോൾ ഞാൻ ഒന്നിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഞാൻ 2 ഇങ്ങനെ മെഷർ ചെയ്തെടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പം 8 ആണെങ്കിൽ നേരെ ഹാഫ് 4 മാർക്ക് ചെയ്യുക, സിമ്പിൾ. ഓക്കെ, അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രണ്ടിൽ പ്രിൻസസ് കട്ടിൻ്റെ ഡാർക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എക്സാക്ട്ലി 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. പക്ഷേ ഇവിടെ ഒരു ചേഞ്ച് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ 1/2 ഇഞ്ചായിരുന്നു ഇങ്ങനെ മാർക്ക് ചെയ്യാനായിട്ട് എടുത്തിരുന്നത്. പക്ഷേ ഇതിൽ 1 ഇഞ്ച് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ട്രയാങ്കിൾ പോലെ വരയ്ക്കുക. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് ഷോൾഡറിൻ്റെ നമ്മൾ കൈക്കുഴിയുടെ ഹാഫ് എടുത്തല്ലോ അങ്ങോട്ട് വരച്ചു കൊടുക്കുക, ഒരു വളവിൽ അങ്ങ് വരച്ചു കൊടുക്കുക. ഇത്രേ ഉള്ളൂ ബാക്ക് പോർഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതാണ് പ്രിൻസസ് കട്ടിൻ്റെ കട്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പം ആ മാർക്ക് ചെയ്ത ആ പോർഷൻ ഉണ്ടല്ലോ, ആ വളവും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കും ഫ്രണ്ടിന്. ബാക്കിൽ നമ്മൾ കട്ട് ചെയ്യുന്നില്ല, പക്ഷേ ഫ്രണ്ടിൽ നമ്മൾ 2 പീസായിട്ട് കട്ട് ചെയ്യും. അപ്പോൾ കണ്ടോട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ആ ട്രയാങ്കിൾ പോലെയുള്ള അത്രയും പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയും. എന്നിട്ട് ആ 2 പീസ് തമ്മിൽ നമ്മൾ അറ്റാച്ച് ചെയ്യും. അതാണ് പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പിംഗ്. കണ്ടോ, ഇതുപോലെ നമ്മൾ അതിനെ യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്ക് കൈ തയ്ക്കാം. അപ്പോൾ കൈയുടെ താഴ്ഭാഗത്ത് നിന്ന് ഒരു 3 ഇഞ്ച് വരയ്ക്കുക. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് നേരെ മേളത്തെ കോർണറിലോട്ട് വരയ്ക്കുക. എന്നിട്ട് കൈക്കുഴി എത്രത്തോളം വേണം എന്നുള്ളത് മാർക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കൈക്കുഴി 16 ആണെങ്കിൽ 8 മാർക്ക് ചെയ്യുക. അങ്ങനെ എന്നിട്ട് അതിൻ്റെ മിഡ് പോയിന്റിൽ വരച്ചിട്ട് 0.5 ഇപ്പുറത്തും വരയ്ക്കുക, 0.5 അപ്പുറത്തും വരയ്ക്കുക. എന്നിട്ട് ഞാൻ വരയ്ക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചാൽ കൈ ഫിക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടും ബാക്കിലുമുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഫിക്സ് ആവും. ഇനി നമുക്ക് എന്തോരം നീളം വേണം അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ 3/4 ഹാൻഡാണ് എടുക്കുന്നത്. അപ്പം എനിക്ക് ഇഷ്ടമുള്ള ഒരു നീളത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 14 ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് എൻ്റെ ഹാൻഡിൻ്റെ 14 അവിടെ എത്രയാണ് റൗണ്ട് വരുന്നത്, ഏകദേശം 10 ആണെങ്കിൽ അവിടെ 5 മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ പോയിന്റ് യോജിപ്പിച്ചിട്ട് ആ പോയിന്റും കൈക്കുഴിയുടെ അങ്ങോട്ടും നമുക്ക് ചേർത്ത് വരച്ച് കൈയുടെ ഷേപ്പിൽ വെട്ടിയെടുക്കാം. അപ്പോൾ വെട്ടിയെടുക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വെട്ടിയെടുക്കണം. ഓക്കെ, ഇതുപോലെ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ 2ആയിട്ട് അങ്ങ് വിടർത്തണം. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് എവിടെയാണ് കൈ വരുന്നതെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ. അങ്ങനെ ഫ്രണ്ട് പോർഷൻ പോലെ ഇതിങ്ങനെ ഫിക്സ് ചെയ്തിട്ട് വരച്ച് ഒരു ഭാഗം മാത്രം കയറ്റി ഇങ്ങോട്ട് വരയ്ക്കണം. ഈ ഷേപ്പിൽ വരയ്ക്കണം. അപ്പോൾ ഞാൻ 2 തുണിയും ഒരുപോലെ വെച്ചിട്ട് വരയ്ക്കണം. എന്നിട്ട് ഞാനിങ്ങനെ ബാക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 2 സൈഡിലും കൈ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഉള്ളതെല്ലാം കറക്റ്റായി. മനസ്സിലായല്ലോ? മനസ്സിലാത്തവർ ജസ്റ്റ് വീഡിയോ ഒന്ന് ബാക്ക് അടിച്ചിട്ടൊന്ന് നോക്കണേ. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. അപ്പോൾ സ്റ്റിച്ചിങ്ങിനായിട്ട് ഞാനിവിടെ ആദ്യം നേരത്തെ വരച്ച പോലെ വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു. കട്ട് ചെയ്ത ആ വശം തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നോക്കിക്കേ, സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ വരും. മനസ്സിലായോ? അപ്പോൾ ഇച്ചിരി ഒന്ന് വളച്ചൊക്കെ പിടിച്ച് വേണം ആദ്യം തയ്ക്കാനായിട്ട്. ഞാൻ മാർക്ക് ചെയ്ത പോയിന്റ്സ് സ്റ്റിച്ച് ചെയ്ത് എടുത്തു. ആ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2 ഇഞ്ച് നീളത്തിൽ നിങ്ങളുടെ ഫസ്റ്റ് സൈഡിൽ, അതായത് ബോഡിയുടെ റൈറ്റ് സൈഡിൽ വരുന്ന ആ പീസ് 2 ഇഞ്ച് ഭാഗം എടുത്തിട്ട് അതിൽ യോജിപ്പിച്ച് വേണം കൊടുക്കാൻ. ഇതുപോലെ. മനസ്സിലായോ? എന്നിട്ട് ആ തുണി നേരെ അകത്തോട്ട് ഉള്ളിലോട്ടാക്കി 2 മടക്ക് മടക്കിയിട്ട് ആ ഒരു വീതിയിൽ, ഒരു 1 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാനിപ്പോൾ കാണിക്കാവേ. സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, സിമ്പിൾ. എന്നിട്ട് നമുക്ക് അറ്റമൊക്കെ ഒന്ന് നേരെയാക്കാം. ഇനി അതുപോലെ ബോഡിയുടെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നമ്മളൊരു 3 ഇഞ്ചിൻ്റെ, ഇവിടെ 3 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ. ഓക്കെ, അപ്പോൾ വൺസ് അത് യോജിപ്പിച്ചതിന് ശേഷം നിങ്ങളെ കാണിക്കാം. തിരിച്ചിടുക. എന്നിട്ട് ആ ഉള്ളിലോട്ട് അത് ഹാഫായിട്ട് മടക്കുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മനസ്സിലായോ? അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഹുക്കും നമുക്ക് കണക്ട് ചെയ്യുന്ന ഭാഗവും വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് 2ഉം എടുത്ത് കഴിഞ്ഞിരിക്കുന്നു. സിമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് ഹുക്കൊക്കെ ലാസ്റ്റ് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ
സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് പോർഷൻ എടുക്കാം. ബാക്ക് പോർഷനിൽ തുണി ഒന്നും കട്ട് ചെയ്യുന്നില്ല. ഈ ഡാർട്ട് വരച്ചിട്ടുണ്ടല്ലോ, ആ ഭാഗവും ഈ ഭാഗവും കൂടെ ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ ഇപ്പുറത്തും ഡാർട്ടായി. ഓക്കെ, അപ്പം ഈസി ആയിട്ട് ആ ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി. കട്ട് ചെയ്യണ്ട, ജസ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. ദേ ഇതുപോലെ, ഇത് കണ്ടോ, അടിച്ചു വരുമ്പോഴേക്കും ഇങ്ങനെ വരും ബാക്ക്. അപ്പോൾ ബാക്കിൻ്റെ ഡാർട്ടും റെഡി, ഫ്രണ്ടിലുള്ള ക്ലോത്തിൻ്റെയും ഡാർട്ടും റെഡി. കണ്ടോ, സിമ്പിൾ. ഇനി നമുക്ക് ഇതിൻ്റെ മോശവശം, അതായത് നല്ല വശമല്ല, അതിൻ്റെ അപ്പുറത്തെ വശം വെച്ച് 2 ഷോൾഡറും അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ 2 ഷോൾഡറിനും നമ്മളൊരു 1/2 ഇഞ്ച് ഗ്യാപ്പ് നേരത്തെ വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വേണമെങ്കിൽ ഷോൾഡർ ഫിക്സ് ചെയ്യാൻ ലൈക്ക് സൈഡോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് പിന്നെ അതിന് വേണ്ടി നമ്മൾ ആലോചിക്കണ്ടല്ലോ. അപ്പോൾ ഷോൾഡർ തമ്മിൽ യോജിപ്പിക്കുക. ദാ ഇങ്ങനെ വരും, ഷോൾഡർ യോജിപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്ലൗസിൻ്റെ അടിവശത്ത് ഒരു 1 ഇഞ്ച് ക്ലോത്ത് നേരത്തെ നമ്മൾ 2 സൈഡും പിടിപ്പിച്ചല്ലോ, അതുപോലെ 2 വശത്തും നമ്മൾ തുണി വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഒരു പടി അടിക്കാൻ പോവാണ്. അപ്പം നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ വൺസ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് തുണി തിരിച്ചിടുക. ഓക്കെ, അപ്പം ബാക്ക് വശം നമുക്ക് തയ്ച്ച് കിട്ടിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ നമ്മൾ യോജിപ്പിച്ചിരിക്കുകയാണ് 2 വശത്തും. ഫ്രണ്ടിൽ 2 പീസും കൊടുത്തിട്ടുണ്ട്, ബാക്കിൽ 1 പീസാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിത് കൈ വെച്ച് വേണം തുണി ചേർക്കാനായിട്ട്, കാരണം മെഷീൻ വെച്ച് അടിച്ചാൽ വൃത്തികേടായിരിക്കും. അത് 2ആയിട്ട് മടക്കി തിരിച്ചിട്ട് കൈ വെച്ച് തുന്നി കൊടുക്കാം. ഇത് തന്നെയാണ് ഞാൻ ഫ്രണ്ട് പോർഷനിലും ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഫസ്റ്റ് കുറച്ച് പോർഷൻ ഞാൻ കാണിച്ചു തരാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. സൂചി നൂലെടുക്കുക, ജസ്റ്റ് കുഞ്ഞു കുഞ്ഞായിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്. കൈ ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്ത് വീണ്ടും നീക്കി ചെറുതായിട്ട് അതിലോട്ട് യോജിപ്പിച്ച് പോകണം. ഓക്കെ, അത് ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ട് കാണിക്കാം. അങ്ങനെ ഫ്രണ്ട് പോർഷൻ്റെ ഇത് കണ്ടോ, ബാക്ക് പോർഷൻ്റെ അതും ഫിക്സായി, ഫ്രണ്ട് പോർഷൻ്റെയും നമ്മൾ കവർ ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന അതേപോലെ തന്നെ നമ്മൾ കഴുത്തിൻ്റെ ഭാഗം ഫുള്ള് ഫ്രണ്ട് തൊട്ട് ബാക്ക് ഒരു വലിയ പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് നീളത്തിൽ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് കഴുത്ത് പിടിപ്പിച്ച് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ തുണി അറ്റാച്ച് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് മടക്കി നമുക്ക് ഇതുപോലെ കൈവച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതാണ് ബ്ലൗസിൻ്റെ ഭംഗി. ഓക്കെ, അപ്പോൾ ആ 2 വശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഷോൾഡർ ഒന്നുകൂടെ, കാരണം നമ്മൾ തയ്യൽ തുമ്പൊക്കെ വിട്ടായിരുന്നല്ലോ, അപ്പോൾ ഷോൾഡർ ഒന്നുകൂടെ ഉറപ്പാണോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് മിച്ചം ഒത്തിരി ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് കൈ പിടിപ്പിച്ച് കൊടുക്കാം. ഓക്കെ, ഇനി അതാണ് ചെയ്യാനായിട്ട് പോകുന്നത്. വൺസ് ട്രിം ചെയ്തെല്ലാം എടുത്തതിന് ശേഷം നമുക്ക് ഇനി ഹാൻഡ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഹാൻഡ് അറ്റാച്ച് ചെയ്യുമ്പോൾ അറിയാലോ, ഫ്രണ്ട് പോർഷൻ എവിടെയാണ് വരേണ്ടതെന്നും ബാക്ക് പോർഷൻ എവിടെയാണ് പോകേണ്ടതെന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. 2 സൈഡ് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ തിരിഞ്ഞും മറിഞ്ഞും പോവേ. അതുകൊണ്ട് ഇത് 2 പ്രാവശ്യമെങ്കിലും ഡബിൾ ചെക്ക് ചെയ്യണം. എന്നിട്ട് നല്ല വശവും ചേർത്ത് പിടിച്ചിട്ട് ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ. വൺസ് അത് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, നമ്മൾ നേരത്തെ ബ്ലൗസിൻ്റെ അവിടെ കൊളുത്ത് പിടിപ്പിക്കാനായിട്ട് സ്ഥലം വിട്ടല്ലോ, അവിടെ നമുക്ക് ഒന്നെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് കൈകൊണ്ടൊന്ന് തുന്നി കൊടുക്കാം. ഈ ഷർട്ടിനൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്, കാരണം അതിൻ്റെ ലെവൽ കറക്റ്റ് ആയിരിക്കണം. എന്നിട്ടാണ് നമ്മൾ ബാക്കി സൈഡെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പം എളുപ്പത്തിന് പിന്നെ എനിക്ക് കട്ട് ചെയ്യാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് കൈകൊണ്ടൊന്നങ്ങ് തുന്നി കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ കൈയുടെയും ബോഡിയുടെയും സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഡബിൾ ചെക്ക് ചെയ്യാം, നമ്മുടെ മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആണോ, ഇല്ലെങ്കിൽ ഒന്നുകൂടെ വെച്ച് നോക്കാം. ചെസ്റ്റിൻ്റെ സൈസ് കറക്റ്റ് ആണോ, വേസ്റ്റിൻ്റെ സൈസ് കറക്റ്റ് ആണോ, ഇച്ചിരി ലൂസ് വേണോ ഒക്കെ നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് ജസ്റ്റ് കൈയും ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതാണ് ചെയ്യുന്നത്. ഇതുപോലെ കൈ നമ്മൾ ആദ്യം ചെസ്റ്റൊക്കെ നോക്കുന്നു, എല്ലാം ആണെങ്കിൽ അതനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഡ്രസ്സൊക്കെ മേക്ക് ഷുവർ ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ. വൺസ് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ വരയിട്ട് കൊടുത്താൽ നമുക്ക് എളുപ്പമാട്ടോ തയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ തയ്ച്ച് കിട്ടിയിട്ടുണ്ട്. ഞാൻ വരയൊക്കെ ഇട്ട വശത്ത് സ്റ്റിച്ച് ചെയ്തെല്ലാം വന്നു. മിച്ചം ഉണ്ടെങ്കിൽ, ഒത്തിരി ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുക, കുറച്ചൊക്കെ സ്പേസ് വിടാം ഇൻ കേസ് നമുക്കത് എന്തെങ്കിലും ഫിക്സ് ചെയ്യണമെങ്കിൽ. ഓക്കെ, വേണമെങ്കിൽ ലോക്കൊക്കെ ചെയ്യാം. ഓക്കെ, മെഷീൻ വെച്ചിട്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തത് കാണാം. ഓക്കെ, ഇനി ഞാൻ ഫ്രണ്ട് പോർഷൻ അങ്ങ് വിടിയിക്കും കേട്ടോ. കൈ കൊണ്ട് തുന്നിയായിരുന്നല്ലോ, എവിടെ കൊളുത്തൊക്കെ പിടിപ്പിക്കുന്നിടത്ത്. ഓക്കെ, എന്ത് ഈസി ആയിട്ട് ഒരു ബ്ലൗസ് റെഡിയായെന്ന്. സിമ്പിളായിട്ട് ബ്ലൗസ് തയ്ക്കാം. അപ്പം നോക്കിക്കേ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നന്നായിട്ട് തേച്ചെടുക്കണം കേട്ടോ, അപ്പോഴാണ് ബ്ലൗസ് അടിപൊളിയായിട്ടിരിക്കുന്നത്. അപ്പോൾ തേച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനൊക്കെ കണ്ടോ, നല്ല ഷേപ്പുണ്ട്. പിന്നെ ഞാൻ കൊളുത്തും പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കത്തില്ലേ? നല്ല എളുപ്പമല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.